ഒറ്റ സെക്കൻഡ്. എന്നിട്ട് പുറത്തെടുത്തിട്ട് അള്ള കഴിക്കും, ദുനിയാവെന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിന? ഇല്ലല്ലോ. ഒരു വിഷമം ഉണ്ടായില്ല? ഇല്ല. ഇല്ല. ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെ മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും സ്വർഗം? സ്വർഗത്തിൽ ഒരു ആപ്പിള് പറിക്കുമ്പോ 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും പറിക്കുമ്പോഴേക്ക്. അവിടെ പൂഴ്ത്തി വെപ്പില്ല, കഷ്ണം വെക്കലില്ല. തിന്നോണ്ടിരിക്കുമ്പോ അനിയത്തിക്ക് വെച്ചേക്കണെന്ന് ഡയലോഗൊന്നും ഉണ്ടാവില്ല. വിലക്കയറ്റില്ല, സീസൺ അല്ലാത്ത പ്രശ്നമില്ല, കൊക്ക എത്തുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അതുല്ലിലത്ത് കുത്തൂഫത്ത് അതിലില്ല, ഇങ്ങോട്ടേക്ക് വരും. ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാല്, സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ഒരു വാഴയിൽ തന്നെ 100കണക്കിന് കുലകൾ, ഒരു കുലയിൽ 1000കണക്കിന് പഴങ്ങൾ. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയുമിന് കടിക്കുമുണ്ടാവും തേൻ ഇങ്ങനെ ഉറ്റും. ഇപ്പൊ ഒന്നും ഉച്ചേക്കരുത്, മാസ്ക് ഇട്ടവർക്ക് ജാഗ്രത. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്വർഗം? ഒരു പക്ഷി പറന്നു പോകുമ്പോ ഒരാൾ വിചാരിച്ച് ഇതെങ്ങാനും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം, ഡ്രൈ ചിക്കൻ വിചാരിക്കുമ്പോഴേക്കുണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ. മൂപ്പര് വിചാരിക്കണ്ടാവും മല്ലിച്ചപ്പ് മുളകല്ല എപ്പാ പുരട്ടിയത്, ഫാസ്റ്റ് ഫുഡിൽ നെത്തിങ്ങ. സ്വർഗത്തിൽ എത്തിയോക്കണം. ഇതൊന്നും നമുക്ക് അറിയായിട്ടല്ലേ. ആ സ്വർഗം നമുക്ക് കിട്ടണം. അതിന് 10 ഇഖ്ലാസ് സൂറത്ത് ഡെയിലി ഓതാനാ പറയും. 86,400 സെക്കൻഡ് ഡെയിലി ഉണ്ടായിട്ട് ഒരു 10 ഇഖ്ലാസ് പോലും നമുക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നില്ല ചങ്ങനെ നരകത്തിൽ കിട്ടണോ, ഇല്ലേ? നമുക്ക് തന്നെ തോന്നില്ലേ? ഡെയിലി 24 മണിക്കൂറുണ്ട്, അതിലൊരു 3 മിനിറ്റേ കൊണ്ട് 10 ഇഖ്ലാസ് ഓതാൻ. അത് നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഓതോ നിങ്ങള്? വോൾട്ടേജ് ഇല്ലാത്ത ഇൻഷാ അല്ലാഹ് ഓതോ? അതാ വേണ്ട. അതിനാ നമ്മൾ ഈ മജ്ലിസ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പം മുതൽ ഓതല്? നാളെ മുതലല്ല, ഇന്ന് മുതൽ. ടുമാറോ സക്സസ് ടുഡേസ് ബിഗിൻ. നാളത്തെ വിജി ഇന്നാ തുടങ്ങേണ്ടത്. അതിന് ഇന്ന് തുടങ്ങണം. പരീക്ഷ ആളിൽ പോയിട്ടല്ല പഠിക്കേണ്ടത്, ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം. 10 ഇഖ്ലാസ് ഓതുവല്ലേ? രണ്ടാമത്തത്, ഡെയിലി ഈമാനോടെ മരിക്കാനുള്ള വഴിയാ പറയുന്നത്. ഡെയിലി 10 മുഅ്മിനീങ്ങളോട് സലാം പറയാം. എന്താ ചെലവ്? ഇപ്പൊ സലാം തമ്മിൽ പറയലൊന്നും സുന്നത്തില്ല, ഇവിടെ ഷാദുലി റാത്തീബൊന്നുമില്ല. ഹലോ, സലാം പറയൽ സുന്നത്ത് എന്ന് പറഞ്ഞ മീറ്റ് ആൻഡ് സെപ്പറേറ്റ്, കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും. 10 ആളോട് സലാം പറഞ്ഞാൽ മതി. ഞാനിപ്പോ പ്രസംഗം തുടങ്ങുമ്പോ സലാം പറഞ്ഞു, ഒരു 10 ആൾ മടക്കി, എന്റെ ഇന്നത്തെ കോട്ട പൂർത്തിയായി. അപ്പൊ ഇയാള് വിചാരിക്കണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാ മതിയാന്ന് രാവിലെ തന്നെ. ഏതാ ഉടായിപ്പ്? എങ്ങനെയുണ്ട്? 10 സലാം പറയാൻ ഇപ്പൊ എന്താ പണി? ഇനി ഒരു മഗ്‌രിബാകുമ്പോഴേക്ക് 10 ആയി. ഇശാക്ക് കണ്ടാളോട് മിണ്ടാണ്ട് പോകുന്നു വേണ്ട, 11 ആയ പ്രശ്നമില്ല. 10 ആളോടെങ്കിലും ഡെയിലി സലാം പറയാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് രസമുണ്ടാവും. കൊറേ മുന്നേ ഒരു പ്രോഫ് സമ്മിറ്റിന്റെ ബസ് യാത്രയില് നമ്മളെ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ കുട്ടികളോട് ഈ വിഷയം ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ പറഞ്ഞു, നമ്മളുടെ കോളേജിൽ ഇപ്പൊ സലാം കൊണ്ട് ഏറും കളിയ ഉസ്താദേ. അങ്ങനെ ആവണം നമ്മൾ. സലാം പറയാന്ന് പറയുന്നത് പരസ്പര സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ്. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹം കൂടണമെങ്കിൽ സലാം പറഞ്ഞാൽ മതി. ഇന്ന് നിങ്ങള് തഅ്ജീൽ ഫുതുഹ് മജ്ലിസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യന്റെ കൈയും പിടിച്ച് സലാം പറഞ്ഞോക്കെ, ഓരെന്നെ പറയൂ തലക്ക് തേങ്ങാറ്റം വീണ, എന്തൊരു പുതുമ. അവ പറഞ്ഞാൽ മതി, നല്ല മജ്ലിസിൽ പങ്കെടുത്താൽ നല്ലത് കിട്ടുന്നു, നീയും വരി പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അവരെയും കൂട്ടിട്ട് അതാവും. എന്ത് ബറക്കത്തുണ്ട് നമ്മളെ ജീവിതത്തിൽ. കുട്ടികളൊക്കെ ഇനി ബിസ്മിയില്ല സലാമില്ലാണ്ട് വീട്ടിൽ കയറുമ്പോ ഓരോടും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ട് സലാം പറഞ്ഞായി ഇല്ലല്ലോ. സലാമിന് വലിയ പ്രാധാന്യത്തോടെ കാണണം. സ്വഹാബത്ത് സലാം പറയാൻ ഒരാളെ കിട്ടാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാറുണ്ട്. ഒരാളെ കിട്ടണ്ടേ? സലാമില് സെൽഫി ഇല്ലല്ലോ, അത് കിട്ടാൻ വേണ്ടി മാത്രം ഇറങ്ങിപ്പോവും. പിന്നെ പുതിയ ഒരാളെ കണ്ട് സലാം പറഞ്ഞിട്ട് ഒരു കയറി വരും. 2 മുഅ്മിനീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ മലക്കുകൾ അത്ഭുതത്തോടെ ചോദിക്കും, അത്ര എന്തു മനുഷ്യന്മാരോട് ഇത്, ഇവരെന്തടി സലാം പറയാത്തത്? അതുകൊണ്ട് സലാം പറയണം. 10 മുഅ്മിനീങ്ങളോടെങ്കിലും സലാം പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഈമാനും വർദ്ധിക്കും. മൂന്നാമത്തത്, വുളുവിന് ശേഷമുള്ള ദുആ പതിവാക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന, ആ ദുആ പതിവാക്കുക. ഇനിയിപ്പോ മുതിർന്ന ഏതെങ്കിലും രക്ഷിതാവിന് ആ ദുആ കാണാതെ അറിയില്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്ന 3ാം ക്ലാസ്സിലെ ചോട്ടനോട് പറയാം, വുളുവിന്റെ ദുആ അറിയാം? ഇല്ലല്ലോ, ശരിയാന്ന് നോക്കിട്ടില്ല കിതാബ് എന്നിട്ട് അങ്ങനെ പഠിച്ചാലും മതി. ബോറാണെങ്കിൽ അങ്ങനെയെങ്കിലും പഠിക്കണം, എങ്ങനെയെങ്കിലും ഇത് പഠിക്കണം. ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ പ്രതിഫലം ഇങ്ങനെ കേൾക്കുന്നത് ഷെയ്ഖുന ചെർഷോൽ ഉസ്താദിന്റെ അടുത്തുനിന്നാ. ജലീൽ സക്കാഫ് ഉസ്താദ് ആയിരുന്നു നമ്മുടെ തഖസ്സുസിലെ ക്ലാസ് ഉസ്താദ്. പിന്നീട് അത് കിതാബിൽ കാണുകയും ചെയ്തു. അൽഹംദുലില്ലാ, നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നേരത്തെ ഞാൻ ഇവിടെ തഅജീലുൽ ഫുതൂഹിന്റെ മജ്ലിസിൽ അഥവാ ദർസിൽ വന്നിരുന്നു. മുത്തഅല്ലിമീങ്ങൾക്ക് തങ്ങൾ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ചെറിയ ക്ലാസ് എടുത്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മളെ സ്പോട്ട് ക്വിസൊക്കെ മൈൻഡ് മാപ്പൊക്കെ നടക്കാറുണ്ട് ഈ ക്ലാസ് കഴിഞ്ഞോട്ട് നമ്മളെ SSFന്റെ ക്യാമ്പുകളിലൊക്കെ. അതേപോലെ തങ്ങൾ എന്നെ മേക്കെടുത്തിട്ട് കുറെ ചോദ്യം ചോദിച്ചു. കുട്ടികൾ തുരുതുരാ ഉത്തരം പറഞ്ഞു. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എന്റെ ഒന്നിച്ച് വന്ന കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഉത്തരം ആൻ ദി സ്പോട്ടിൽ പറയാൻ കുട്ടികൾക്കുള്ള കഴിവും ഉസ്താദിന് ആ ഒരു ത്വരയുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നല്ല ബർക്കത്തുള്ള മജ്ലിസാക്കുമാറാവട്ടെ. ആ ദർസ് അള്ളാഹു ഉന്നതിയിൽ എത്തിക്കുമാറാവട്ടെ. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എനിക്കന്ന് ഓർമ്മ വന്നത് അബു ഹയ്യാൻ അൽ ഉന്ദുലുസി തങ്ങളെ കുറിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് അദ്ദുററുൽ കാമിനയിൽ പറയുന്നുണ്ട്. ബുദ്ധി കൂർമ്മതയുള്ള കുട്ടികളെ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മഹാനായ അബു ഹയ്യാൻ തങ്ങൾ കുറെ ടെസ്റ്റ് എടുത്തു അത്ര. അതുപോലത്തെ ഒരു ടെസ്റ്റ് ആയിരുന്നു തങ്ങൾ ഉസ്താദ് കുട്ടികളുടെ ഇടയിൽ നടത്തിയിരുന്നത്. ഏതായാലും നവിഷയത്തിലേക്ക് വരും. വുളുവിന് ശേഷമുള്ള ദുആ പതിവാക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ 8 വാതിലും തുറക്കപ്പെടുന്ന ഒരു കർമ്മമാണ്. സ്വർഗത്തിലെ വാതിൽ തുറക്കും എന്ന് പറഞ്ഞാല് ഈ ഡോറെല്ലാം തുറന്നിട്ടിട്ട് അടുക്കളുടെ വേക്കിലേ കൂടി നരകത്തിൽ കടത്തൂല എന്ന് ഉറപ്പല്ലേ? ഈ വാതിൽ തുറക്കുന്നതിന് എന്തിനാ? ഇതിലേ വാ, അപ്പുറത്തെ ഡോർ ഇതിലേ വാടോ. 8 വാതിൽ എന്ന് പറഞ്ഞാൽ ഏതാ വാതില്? ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ, അത് അടുത്ത വാതിൽ ഇതല്ലേ? സ്വർഗത്തിലെ വാതിൽ എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? ഒരു വാതിൽ കഴിഞ്ഞിട്ട് അടുത്ത വാതിൽ എത്തണമെങ്കിൽ 70 കൊല്ലം കഴിയണോ? 70 കൊല്ലം കഴിയണം. അടുത്ത ഡോർ 70 കൊല്ലം കഴിഞ്ഞിട്ടാ. എന്ത് വിചാരിച്ച മുട്ടാമ്പളേറ്റ് വെക്കുന്ന തട്ടുകടയാണ് സ്വർഗം. ഒരാൾ കയറുമ്പോ ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല. എന്താ സ്വർഗം? ഞാനതാ നേരത്തെ തന്നെ പറയും, ഇതൊന്നും നമുക്ക് പറയാൻ പറയൽ പോയിട്ട് ചിന്തിക്കാൻ വരെ കഴിയൂല. അള്ളാഹു നമ്മൾ എത്തിക്കുമാറാവട്ടെ. അവിടെ വുളുവിന് ശേഷമുള്ള ദുആ എത്ര തിരക്കിനിടയിൽ അത് ദുആ ചെയ്തിട്ടേ പോവാൻ പറ്റും. ഏറ്റെടുത്തില്ലേ? ഇൻഷാ അല്ലാഹ്. 4-മത്തത് ബാങ്കിന് ശേഷമുള്ള ദുആ. ബാങ്കിന് ശേഷമുള്ള ദുആ സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് ഈമാനോടുള്ള മരണമുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുണ്ട്. പ്രത്യേകമായ ശഫാഅത്തായിരിക്കും അവർക്ക് ഈ ദുആ നടത്തുന്നവർക്ക്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് മുടങ്ങിപ്പോകുന്ന ഒന്നും നമ്മളിൽ ഇല്ലാതിരിക്കുകയും വേണം കേട്ടോ. ഉദാഹരണത്തിന് പുറത്തറിഞ്ഞാൽ നാണക്കെടാവുന്ന എന്തെങ്കിലും തെറ്റ് രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ തങ്ങളുമായി ബർസഖിയായ ലോകത്ത് സുഹബത്ത് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാ ഷാറാനി ഇമാം റഹിമഹുള്ളയുടെ ലവാഖയിലുള്ളത്. പിന്നെ നെറ്റ് ഹിസ്റ്ററി ഡിലീറ്റ് ആക്കിയിട്ടും വാതിലടച്ചിട്ടും കുറ്റിയിട്ടിട്ടും ഡിലീറ്റ് ആക്കിയിട്ടൊന്നും കാര്യമില്ല. പുറത്തറിഞ്ഞാൽ നാണക്കെടാവുന്ന ഒരു തെറ്റും നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത് നല്ല ജാഗ്രത ഉണ്ടാവും. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. ബാങ്കിന് ശേഷം ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഇബാദത്തിനെ ബഹുമാനിച്ചാൽ തന്നെ ഈമാൻ കിട്ടും. കാരണം ബാങ്ക് തുടങ്ങണത് അല്ലാഹ്, അവസാനിക്കുന്നത് അല്ലാഹ്. രണ്ടും അല്ലാഹ് തുടങ്ങി അല്ലാഹ് അവസാനിക്കണതാ. ബാങ്കിനെ ബഹുമാനിച്ചാൽ തന്നെ ഈമാൻ അല്ലാഹ് തരും. ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ജവാബ് കൊടുക്കാം. ഒരക്ഷരത്തിന് 1 ലക്ഷം കൂലിയ. അള്ളാഹു എന്നുള്ളതിൽ 4 അക്ഷരം 4 ലക്ഷം. അക്ബർ 4 ലക്ഷം. അപ്പൊ അള്ളാഹു അക്ബർ 8 ലക്ഷം. അള്ളാഹു അക്ബർ 16 ലക്ഷം. ബാക്കി പുരക്ക് പോയിട്ട് ഫാൻ ഇട്ട് കുപ്പായത്തിന്റെ കുടുക്കൽ ലയിച്ചിട്ട് കണക്കൂട്ടി വെക്കണം. ഇവിടെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് നടക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാവരും നോക്കിയെന്ന് എത്ര ഉണ്ടാവും. ഫുള്ള് എടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. അതും ഏറ്റ് ബാങ്കിന് ശേഷമുള്ള ദുആവും ഏറ്റ് അലസമാവരുത്. 5-മത്തത്
ഈമാനോടെ മരണപ്പെടാനുള്ള അഞ്ചാമത്തെ വഴി ഹദ്ദാദ് റാത്തീബ് പതിവാക്കല. മൻ വാദബാല ഹാദ റാത്തീബ്, ഈ റാത്തീബ് ആരെങ്കിലും പതിവാക്കിയാൽ റുസിക ലഹു ഹുസ്നുൽ ഖാത്തിമ, ഈമാനോടുള്ള മരണം അയാൾക്ക് കിട്ടുമെന്ന് ഹദ്ദാദ് ഇമാം തന്നെ പറഞ്ഞത് ഹദ്ദാദ് ഇമാമിന്റെ മകൻ എഴുതിയ ശറഹിൽ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ആവേശത്തോടെ ചെല്ലണം, ആവേശത്തോടെ ചെല്ലണം. ഹദ്ദാദ് ഇമാമല് ഡെയിലി 200 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഭയങ്കര ഇബാദത്താണ്. ളുഹറിന്റെ അസറിന്റെ ഇടയിൽ റമദാൻ ആയാൽ 2000 തഹ്ലീൽ ചെല്ലുന്ന ആളാണ്. അപ്പൊ റമദാൻ കഴിയുമ്പോ 60,000 ആവും. പിന്നെ ശവ്വാൽ നോമ്പ് കൂടി 10,000 70,000 ആക്കി. ഓരോ റമദാൻ കഴിയുമ്പോ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് 70,000 തഹ്ലീല. വേറെ ആരും കാത്തുക്കുന്നില്ല. അങ്ങനെ ഇബാദത്ത് ചെയ്ത ഹദ്ദാദ് ഇമാമിന്റെ ഒരു 1/4 മണിക്കൂറത്തെ ഹദ്ദാദ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ മനസ്സിലാക്കാം. റൂഹുൽ ബയാനിൽ കാണാം അയാൾക്ക് ഒന്ന് പ്രശ്നം നാഫിയായ ഇൽമില്ല, രണ്ടാമത്തെ പ്രശ്നം അയാളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിട്ടുണ്ട് എന്നാ. അല്ലാഹ് കാക്കട്ടെ. ഇപ്പൊ ഹദ്ദാദ് റാത്തീബ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഈമാനോടെ മരിക്കാൻ പറ്റും. ലാസ്റ്റ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സുബിഹിന്റെ സുന്നത്തിന്റെയും സുബിഹിന്റെ ഇടയിൽ എന്ന് പറയുകയാണെങ്കിൽ സുബിഹിന്റെ സുന്നത്ത് നിസ്കരിക്കണം കേട്ടോ. പണ്ട് കാനഡയിൽ ഒരു യൂണിവേഴ്സിറ്റി അശ്ലീല വീഡിയോസ് കാണുന്ന കുട്ടികളെയും കാണാത്ത കുട്ടികളെയും തമ്മിൽ മെന്റൽ ആറ്റിറ്റ്യൂഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പഠനം ആരംഭിച്ചു. ഓരോ പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. കാരണം കാണാത്തവരെ കിട്ടണ്ടേ, എന്നല്ല കമ്പയർ ചെയ്യല്. സുബീന്റെ സുന്നത്തിന്റെയും സുബീന്റെയും ഇടയിൽ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത് എന്ന ദിക്ർ 41 തവണ എന്ന് ചില റിപ്പോർട്ടുകളിൽ, ചില റിപ്പോർട്ടിൽ 40 എന്നും കാണാം. അത് ചൊല്ലിയാൽ അയാൾക്ക് ഈമാനോടെ ഉള്ള മരണം ലഭിക്കുന്നതാണ്. മൂമിനീങ്ങൾ ഈമാനോടെ മരിക്കാൻ വേണ്ടി എപ്പോ അള്ളാഹിനോട് ദ്വാരക്കണം. പണ്ടത്തോരൊക്കെ അങ്ങനെ തന്നെയാ മിക്കവാറും മരണപ്പെടല്. അതുകൊണ്ടാണ് യൂട്യൂബിൽ വൈറലാവാത്തത്. ഇന്നൊരു ഉമ്മാമൽ അയിലാലെന്ന് മരിച്ചാൽ യൂട്യൂബിൽ വൈറലാവുന്നത് അത് അത്യപൂർവം ആയതുകൊണ്ടാണ്. നമുക്ക് ഈമാനോടെ ഈ ലോകത്തുനിന്ന് പോകാൻ കഴിയണം. അബ്ദുല്ലാഹിബിൻ അഹ്മദുൽ മുഅദ്ദിൻ എന്ന് പറയുന്ന പണ്ഡിതൻ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് ദ്വാരക്കുണ്ട്, അല്ലാഹു മഖ്റുജ്നി മിനദ് ദുനിയ മുസ്ലിമ, എന്നെ ഈമാനോടെ മരിപ്പിക്കണേ. വേറെ ഒന്നും അയാൾ ദ്വാരക്കുന്നില്ല. വലാ യസീദു അലാ ദാലിക്. അയാളോട് ചോദിച്ചു, നീ എന്താണ് ഇത് തന്നെ ദ്വാരക്കണത്? എന്റെ കഥ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കൂലായിരുന്നു. എന്താ കഥ? എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. ഒരു ഇക്കാക്ക, മൂത്ത ഇക്കാക്ക പള്ളിയിൽ ശമ്പളം വാങ്ങാതെ 40 കൊല്ലം ബാങ്ക് കൊടുത്ത ആളാണ്. അയാൾ മരിക്കുമ്പോ നമ്മളോട് പറഞ്ഞു, ഒന്ന് ഖുറാൻ കൊണ്ടുവരികയും. നമ്മളൊക്കെ കരുതിയില്ലേ എത്തബറക്ക ബിഹി, ബറക്കത്തെടുത്ത് ചുംബിച്ച് നെഞ്ചോട് ചേർക്കാനായിരിക്കും. പക്ഷേ ഖുറാൻ വലിച്ചു മാറ്റിയിട്ട് പറയാ, ഞാൻ ഖുറാനിന് രാജിവെച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ ആശയം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അയാൾ ഈമാൻ തെറ്റി മുർത്തദ്ദായി മരണപ്പെട്ടു. മഅദല്ലാഹു കാക്കട്ടെ. പിന്നെ അടുത്ത എന്റെ നേരെ ജ്യേഷ്ഠൻ 30 കൊല്ലം ബാങ്ക് വിളിച്ച ആളാ. അയാളും ഇതേ അവസ്ഥയിലാണ് മരിച്ചത്. ഇനി അടുത്ത ഊഴ എന്റേതായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് കരയാണ്. കണ്ടോ മോമിനീങ്ങളെ, ഈമാൻ ആരിക്കാ തെറ്റിപ്പോകാന്ന് പറയാൻ കഴിയില്ല. നല്ല പേടിയുണ്ടാവണം. ഇബ്നു അബി മുലൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ 130 അങ്ങനെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണും, 130 സഹാബത്തിന്റെ കൂടെ ജീവിച്ചിട്ട് അവരിൽ നിന്നൊക്കെ എനിക്കുണ്ടായ ഒരു ആശയം എന്താന്ന് വെച്ചാൽ, എന്റെ ഉസ്താദുമാരായ സഹാബത്തിന് മുഴുവൻ പേടി, ഞാൻ മുനാഫിക്കായി പോകുന്നുണ്ടോ എന്നാണ് അവരുടെ പേടി. കണ്ടില്ലേ, സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റിട്ട് രക്തമൊലിച്ച് വഫാത്താവാൻ കിടക്കുമ്പോ മോനെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ വിളിച്ചിട്ട്, മോനൊന്ന് സാഹിബു സിർ ഹുദൈഫത്ത് തങ്ങളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. വിളിച്ചു വന്നപ്പം ചോദിച്ചു, മോനെ ഹുദൈഫ, നിന്റെ കയ്യിൽ തങ്ങൾ ഒരുപാട് രഹസ്യം പറഞ്ഞിട്ടില്ലേ? ആ, നിങ്ങളല്ലേ സിറിന്റെ ആള്, രഹസ്യത്തിന്റെ ആള്? അതെ. ഈ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വഹാബിയായി ചമഞ്ഞ് നടക്കുന്ന യഥാർത്ഥത്തിൽ സ്വഹാബത്തല്ലാത്ത മുനാഫിക്കീങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? അതെ. അങ്ങനെ കുറച്ചാളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? യെസ്, തന്നിട്ടുണ്ട്. അല്ലോ മറങ്ങളെ, നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടിയിട്ടെന്താ വേണ്ട? നിങ്ങൾ വഫാത്താവുന്നത് അല്ലടോ, വേറെ ആരെയും നോക്കാനല്ല, ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ നോക്കിയേ മോനെ. ആരാ ചോദിക്കും? നോക്കിയേ, സിറാജ് അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ വിളക്കുമാടാ ചോദിക്കണത്. സയ്യിദുന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു. നമുക്ക് പേടിയുണ്ടാകണം, ഞാൻ ബാഡ്ജിന്റെ ആളാവുന്നുണ്ടോ?
ഞാൻ കോട്ടിന്റെ ആളാവുന്നുണ്ടോ? നമുക്ക് പേടിയുണ്ടാവണം. സാന്ത്വനത്തിന്റെ കോട്ട് കിട്ടിയില്ലെങ്കിൽ പ്രളയ ദുരന്തത്തിൽ ഞാൻ ഇടപെടൂല, വൃത്തിയാക്കൂല എന്ന് പറയുന്നതിലൊരു സുഖക്കുറവില്ലേ നമുക്ക്? അങ്ങനല്ല, നമ്മളെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം, വേറെ ഒന്നിനും വേണ്ടിയല്ല, ഫോട്ടോക്ക് വേണ്ടിയല്ല. നമ്മൾ എപ്പോഴും നമുക്ക് പേടിയുണ്ടാവണം. ഞാൻ മുനാഫിക്കായി പോകുന്നുണ്ടോ? ആ പേടി നമുക്കുണ്ടാണ്. ആ പേടിയാണ് ഒരാൾക്കുണ്ടാവേണ്ടതെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. അള്ളാഹു നമ്മളെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഫിഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാന